ഹലോ, നമുക്കിന്ന് വളരെ സിമ്പിളായൊരു ഹെയർ ബാൻഡ് ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിരിക്കുന്ന ഈ ക്ലോത്തിൻ്റെ നീളം 39 സെൻറ്റിമീറ്റർ, വീതി 8 സെൻറ്റിമീറ്റർ. ഇതിൻ്റെ നീളം 18, വീതി 4 സെൻറ്റിമീറ്റർ. അപ്പോൾ നമുക്ക് ഉണ്ടാക്കി നോക്കാം. വളരെ സിമ്പിളാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ പീസിനെ ഇതുപോലെ ഒന്ന് മടക്കാം. അതായത് നല്ല വശം ഉള്ളിൽ വരുന്ന രീതിയിൽ മടക്കി അതിൻ്റെ ആ ഒരു സൈഡ് മുഴുവനായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. അതുപോലെ തന്നെ ഈ ചെറുതിൻ്റെയും ഇതുപോലെ തന്നെ മടക്കുക, സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. അങ്ങനെ ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. രണ്ടിൻ്റെയും അറ്റം ഇതുപോലെ ഒരറ്റത്തുനിന്ന് മറ്റേ അറ്റം വരെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പിന്ന് വെച്ചിട്ട് ഇതിനെന്ത് ചെയ്യാം, കണ്ടോ, നല്ല വശം പുറമേ വരാൻ വേണ്ടിയിട്ട് ഇതുപോലെ നമുക്ക് ചെയ്യാം. ഇപ്പോൾ ഇതിൻ്റെ അളവെന്ന് പറയുന്നത് എൻ്റെ മോളുടെ 5 വയസ്സായ മോളാണ്. മോളുടെ തലയുടെ അളവ് നോക്കിയാണ് ഞാൻ ചെയ്തത്. നിങ്ങൾക്കാവുമ്പോൾ അതിൻ്റേതായ വ്യത്യാസങ്ങളുണ്ടാകും. അപ്പോൾ നമുക്ക് അളന്നിട്ട് ചെയ്യായിരിക്കും നല്ലത്. അപ്പോൾ നമ്മുടെ ഇപ്പോൾ നല്ല വശം പുറത്തോട്ടായി, കണ്ടില്ലേ? വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, വലുതിൻ്റെയും ഇതുപോലെ തന്നെ ചെയ്യാം കേട്ടോ. ഇനി നമുക്കിത് ഇത് രണ്ടും ഒന്ന് അയൺ ചെയ്യാം. നല്ല സ്ട്രൈറ്റ് ആയിട്ട് ഇരിക്കാനായിട്ടൊന്ന് അയൺ ചെയ്യാം. അതിനുശേഷം അലാസ്റ്റിക് എടുക്കുക. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആ ഒരു അളവ്, ഇപ്പോൾ കുട്ടിയുടെ തലയുടെ അളവ് വെച്ച് നോക്കിയിട്ട് എടുക്കാം. എന്നിട്ട് ആ ലാസ്റ്റിക് നമുക്ക് ഇതുപോലെ ചെറുതിൻ്റെ ഉള്ളിലേക്ക് കയറ്റുക. എന്നിട്ട് ആ ലാസ്റ്റിക് ഉള്ളിലേക്ക് കയറി പോകാതിരിക്കാൻ അവിടെ നമുക്ക് എന്ത് ചെയ്യാം, ആ തുണി വെച്ച് ഒന്ന് നമുക്ക് പിൻ ചെയ്ത് വയ്ക്കാം. ഇനി അത് മുഴുവനായിട്ടും കയറ്റിയ ശേഷം നമുക്ക് എലാസ്റ്റിക്കും ആ ക്ലോത്തും കൂടി വെച്ചിട്ട് ഒരുമിച്ച് സ്റ്റിച്ച് ചെയ്യാം. ഈ ഒരറ്റം മറ്റേ അറ്റം സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഞാനൊരു ബ്ലൂ കളറ് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തത്. ഇനി ഈ വലുതിനെ നമുക്ക് എന്ത് ചെയ്യാം, വലുതിൻ്റെ ഒരറ്റം ഇതുപോലെ ഒന്ന് മടക്കുക. കണ്ടില്ലേ? ഇങ്ങനെ മടക്കിയതിന് ശേഷം ഇതിൻ്റെ ഒരറ്റം, ചെറിയ പീസിൻ്റെ ഒരറ്റം നമുക്ക് അതിൻ്റെ ഉള്ളിൽ നടുവിലായിട്ട് ഇതുപോലെ കയറ്റി വെക്കുക. കയറ്റി വെച്ചതിന് ശേഷം അതിൻ്റെ രണ്ടറ്റം ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്യണേ. അതുപോലെ തന്നെ മറ്റേ അറ്റവും ഇതുപോലെ തന്നെ ആദ്യം മടക്കുക. അതിനുശേഷം ആ ചെറിയ പീസ് വയ്ക്കുക, സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്തപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി ബ്ലൂ കളറിൽ വെച്ചു. നിങ്ങൾ വെക്കുമ്പോൾ അതിന് മാച്ചായിട്ടുള്ള നൂല് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സ്റ്റിച്ച് ചെയ്തു. നമ്മുടെ ഹെയർ ബാൻഡ് റെഡിയായി. വളരെ സിമ്പിളല്ലേ? തയ്യലോ തുന്നലോ ഒന്നും അറിയാത്ത ആർക്കും ചെയ്യാൻ പറ്റാവുന്ന ഒരു വളരെ സിമ്പിളായ ഹെയർ ബാൻഡ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് ചാനലും സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. താങ്ക് യു.